ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജാമ്യം ലഭിച്ച ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു പൂജപ്പുര ജയിലിന് പുറത്തിറങ്ങി. ഇതിനിടെ ഈ കേസിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ ആശുപത്രിയിൽ നിന്ന് പൂജപ്പുര ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സെല്ലിൽ നിന്നാണ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടപടി. സെൻട്രൽ ജയിലിൽ ചികിത്സ തുടരും. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, എപ്പോഴാണ് മുരാരി ബാബു ജയിൽ മോചിതനായത്? അതുപോലെ KP ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? നീലിമ, ഒരു 9:15 രാത്രി 9:15 ഈ മുരാരി ബാബു ജയിൽ മോചിതനായത്. ഇദ്ദേഹമാണ് സ്വർണ്ണക്കവർച്ച കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളിൽ ഇദ്ദേഹമാണ് ആദ്യമായി ജയിൽ മോചിതനാകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. ജയിൽ മോചിതനാകാനുണ്ടായ കാരണം 90 ദിവസമായിട്ടും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള ജാമ്യമാണ് നൽകിയിരിക്കുന്നത്. അതും വ്യവസ്ഥകൾ ഉൾക്കൊണ്ടുള്ള ഒരു ജാമ്യമാണ് മുരാരി ബാബുവിന് നൽകിയിരിക്കുന്നത്. പുറത്തിറങ്ങിയ സമയത്ത് മുരാരി ബാബു മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദവും അദ്ദേഹത്തിന് ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കുറെ ഉപാധികളോടെയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും മുരാരി ബാബു ഇപ്പോൾ ജയിൽ മോചിതനായിട്ടുണ്ട്. അതേസമയം ശങ്കർദാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മെഡിക്കൽ സംബന്ധമായ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു വൻ വിമർശനം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള കാര്യത്തിലൊക്കെ. അതിന് പുറകെയാണ് പോലീസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നതും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. എന്നാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ജയിൽ ഇദ്ദേഹത്തിന് ചികിത്സ നൽകുമെന്നാണ് പറയുന്നത്. ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിലേക്ക് മാറ്റി ഡോക്ടർ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കുറച്ചു മുൻപാണ് ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത്. ശ്രീനന്ദയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.